സിനിമാ കോൺക്ലേവ് സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദളിത് വിരുദ്ധ പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. അടൂരിന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ മ്യൂസിയം പോലീസിന് പരാതി നൽകി. സിനിമാ കോൺക്ലേവ് വേദിയിലെ പരാമർശം വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ആ പരാമർശത്തിലേക്ക് ഗവൺമെൻറ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. ഈ പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത്. ഇന്ന് അടൂരിനെതിരെ വലിയ രൂക്ഷ വിമർശനമാണ് മന്ത്രി ആർ ബിന്ദു നടത്തിയത്. സിനിമയുടെ മേഖലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകാനും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മുടെ വനിതകളായ സംവിധായകർ ഈ ഫണ്ടിങ്ങിന്റെ ഭാഗമായി നിർമ്മിച്ച, അവരെ സംവിധാനം ചെയ്ത 4 സിനിമകൾ ഞാൻ കാണുകയുണ്ടായി. 4ഉം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ കലാത്മകമായിട്ടുള്ള സിനിമകളായിരുന്നു. അതുമാത്രമല്ല, അവ ഒന്ന് കണ്ടാൽ നമ്മളൊരിക്കലും ഈ പറഞ്ഞ പോലുള്ള അഭിപ്രായം പറയുന്നത് വളരെ മികച്ച സിനിമകളായിരുന്നു അവയെല്ലാം തന്നെ. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സാണ്, പുരുഷ നോട്ടമാണ്. എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ സങ്കല്പനങ്ങൾ, അവരുടെ ഭാവനകൾ, ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ. മുഖം നോക്കാതെയാണ് സിനിമ എടുക്കാൻ സർക്കാർ സഹായം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ ആ കോൺക്ലേവ് വേദിയിൽ തന്നെ മറുപടി പറഞ്ഞത്. പക്ഷേ ഇന്ന് അല്പം നിലപാട് മയപ്പെടുത്തിയായിരുന്നു പ്രതികരണം. അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയിലല്ല. അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം. അപ്പോൾ നല്ല സിനിമ ഉണ്ടാകാൻ ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം ഇന്നൊരു സിനിമ എടുക്കണമെങ്കിൽ നല്ല പണം വേണം. അപ്പോൾ അതനുസരിച്ചാണ് ഗവൺമെന്റ് 1.5 കോടി കൊടുക്കുന്നത്. നമ്മളൊരു പാനലുണ്ട്, അവർ തരുന്ന കഥകൾ പരിശോധിക്കാൻ. ആ പരിശോധിച്ച് പാനലുകൾ നൽകുന്ന കഥകളാണ് അപ്രൂവ് ചെയ്യുന്നത്. ആ അപ്രൂവ് ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പോൾ 4 ഇറങ്ങി കഴിഞ്ഞു. അത് വളരെ വിജയകരമാണ്, നല്ല സിനിമകളാണ്. അതാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നും വേണ്ട. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ന്യായീകരിച്ച എഴുത്തുകാരനും മുൻ IAS ഓഫീസറുമായ ഡോക്ടർ KV മോഹൻകുമാറും ഇന്ന് രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അടൂരിനെതിരെ അതേസമയം വലിയ തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം നടത്തിയാണ് KPMS ഇന്ന് പ്രതിഷേധിച്ചത്. സംവിധായകന്മാരെ അധിക്ഷേപിക്കാൻ ആരുടെ ഇവിടെ ഗോപാലകൃഷ്ണൻ? എന്താണ്? ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരസ്യമായി ഈ വേദിയിൽ തന്നെ വിമർശിച്ച ഒരാളായിരുന്നു ശ്രീമതി പുഷ്പവതി. അവരിന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ന്യൂസ് 18നോട് അവരുടെ വാക്കുകളിലേക്ക്. പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സർക്കാർ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായമാണ് ഈ 1.5 കോടി. അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ എനിക്കുമുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ എന്ത് പ്രശ്നം വരികയാണെങ്കിലും എനിക്കതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് എൻ്റെ നിലപാട്.
അതേസമയം തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്നതും ഏറ്റവും പ്രധാനമാണ്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇന്നിപ്പോൾ ഈ വിവാദത്തിൽ നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ലോകം അംഗീകരിച്ച ഒരു പ്രതിഭ ഇങ്ങനെയൊരു അഭിപ്രായം പറയരുതായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതേസമയം അതിൽ ചില ന്യായങ്ങൾ കണ്ടെത്തിയവരുമുണ്ട്. എന്താണ് സംഭവിച്ചത് വിവാദങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ? സിനിമാ കോൺക്ലേവ് സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനെതിരെ വലിയ വിവാദമാണ് ഉയരുന്നത്. അദ്ദേഹത്തിനെ അനുകൂലിച്ചും പ്രതികരണങ്ങളുണ്ടെങ്കിലും സംസ്ഥാന പട്ടികജാതി വകുപ്പ് മന്ത്രിയായ OR കേളു അടക്കമുള്ളവർ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. പക്ഷേ വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത്. താൻ തെറ്റല്ല താൻ പറഞ്ഞത് കൃത്യമായ കാര്യമാണ് നിലപാടായിരുന്നു അദ്ദേഹം ഇതിൽ സ്വീകരിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥരുമായ KV മോഹൻകുമാർ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല അവിടെ ഇരുന്നവർ കേട്ടതെന്ന പരാമർശമാണ്, അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പൊതുവിൽ നടത്തിയത്. KPMS ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി. അടൂർ ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് KPMS മാർച്ച് നടത്തി. അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്ന നിലപാടുമായും അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തി നിരവധി ആളുകൾ മുന്നോട്ട് വന്നു. ഇന്നലെ കോൺക്ലേവിൽ വെച്ച് തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിനെതിരെ പ്രതിഷേധിച്ച ഗായിക പുഷ്പവതി ശക്തമായ വിമർശനമാണ് ഇന്നും അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയർത്തിയത്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം പുഷ്പവതിയും പരിഹസിക്കുന്നതായിരുന്നു. ആരാണ് പുഷ്പവതിയെ ഇവിടേക്ക് ക്ഷണിച്ചത്? സിനിമാ കോൺക്ലേവിൽ എന്താണ് അവർക്ക് റോൾ എന്ന ചോദ്യം ഉയർന്നു. ഏതായാലും നിയമ നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. KPMS മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിവാദം ഈ രീതിയിൽ തന്നെ നിലനിൽക്കും. നേരത്തെയും അടൂർ ഗോപാലകൃഷ്ണൻ ഇത്തരം പ്രസ്താവനകൾ, പരാമർശങ്ങൾ വലിയ വിവാദമായി മാറിയിരുന്നു. സമാനമായ ഒരു വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അടൂർ നിലപാട് ഉറച്ചു നിൽക്കുന്നതും വിവാദങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത